നാണം കെട്ട് നാണം കെട്ട് നാണം കെട്ട് ഇനി നാണം കെടാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി. അമേരിക്കയുടെ കാര്യം തന്നെ പറയുന്നത്. ഏതായാലും ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് പറയാം. ഇന്നലത്തോടു കൂടി ഇറാനോട് സഹകരിക്കുന്ന രാജ്യങ്ങളെ കംപ്ലീറ്റ്ലി കരിമ്പട്ടികയിൽ പെടുത്തും, അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള ട്രേഡുകളും അവരെ ഉപരോധിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവസാനത്തെ 18ാം അടവ് കഴിഞ്ഞ് 19ാമത്തെ അടവ് കാലിൽ വീണ് ഇനി എങ്ങാനും നിങ്ങൾ ഇറാനുമായിട്ട് എന്തെങ്കിലും പരിപാടിയായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉപരോധിക്കും എന്നാണ് പുതിയ അമേരിക്കയുടെ ഭീഷണി. അല്ല, ഇതൊക്കെ കേൾക്കണ ഇറാൻ ഉണ്ടല്ലോ പൊട്ടിച്ചിരിക്കുകയായിരിക്കും അവിടെ ഇരുന്നിട്ട്. കഴിഞ്ഞ 10-40 വർഷങ്ങൾക്ക് മേലായിട്ട് ഈ പറഞ്ഞ ഉപരോധം അതുപോലെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇറാനുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാൻ മറ്റ് രാജ്യങ്ങൾ അമേരിക്ക സമ്മതിച്ചിട്ടില്ല. ഇറാൻ ഈ ട്രേഡൊക്കെ നടത്തുന്നത്, ഇറാൻ ഈ ഓയിലൊക്കെ വെക്കുന്നത്, അപ്പോൾ അത് ചൈനക്കാണെങ്കിലും മറ്റ് റഷ്യക്കാണെങ്കിലും ഒക്കെ അതൊന്നും അമേരിക്കൻ സമ്മതത്തോടു കൂടിയല്ല, അമേരിക്കയുടെ ട്രേഡ് ഡീലുകൾ അനുസരിച്ചിട്ടൊന്നുമല്ല. ഒക്കെ കരിഞ്ചന്തയിലാണ് ഇറാൻ വിറ്റുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ്റെ ഈ ഓയിലിന് പ്രൈസ് കുറയാനുള്ളൊരു കാരണം അത് തന്നെയാണ്. അതായത് അമേരിക്കൻ കമ്പനികളുടെ ഇൻഷുറൻസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അമേരിക്കൻ വെസൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വെസൽസുകളൊന്നും ഇതിൽ ഉൾപ്പെടാത്ത രീതിയിലാണ് ഇറാൻ്റെ ഈ പറഞ്ഞ എല്ലാ കച്ചവടങ്ങളും ഇതുവരെ നടന്നിട്ടുള്ളത്. ഇനി ആ സ്ഥാനത്ത് ഇറാൻ്റെ മേൽ നിങ്ങൾ എന്ത് കൊണ്ടിട്ട് കഴിഞ്ഞാലും ഇറാൻ അത് ക്ലിയർ ആക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഈ ഒരു പ്രസ്താവന വന്ന് തൊട്ടപ്പുറത്ത് തന്നെ ചൈന അതിനുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ അക്കൂട്ടത്തിൽ പെടുത്തണ്ട, അതായത് ഞങ്ങളെ ഉപരോധിക്കാം എന്ന് വിചാരിക്കേണ്ട, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ചൈനയുടെ വിദേശകാര്യ വക്താവ് ഇന്നലെ തന്നെ അതിനുള്ളൊരു മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ആ ഒരു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മറുപടി. ഇറാനെതിരെയുള്ള US ഉപരോധങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കൂടാതെ ഇറാനെതിരെ ട്രംപ് നടത്തുന്ന സാമ്പത്തിക യുദ്ധം പ്രചാരണത്തിൽ ഞങ്ങൾ പങ്കാളികളാവുന്നുമില്ല. അതായത് ഈ ചൈനയുടെ ഒരു വലിയ ഭാഗം ട്രേഡ്, അതായത് ഓയിൽ ട്രേഡ് ഇപ്പോഴും ഇറാനുമായിട്ട് തന്നെയാണ്. ഇപ്പോഴും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ, ഇറാൻ സമ്മതിച്ച് പോകുന്ന കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ചൈനയിലേക്കുള്ള കപ്പലുകളും റഷ്യക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റഷ്യൻ ഓയിലുകളും ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പേരിലുള്ള കപ്പലുകളൊന്നുമല്ല. അതൊന്നും ഇറാൻ ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. നമ്മൾ ഈ കുറേ ട്രാക്കിംഗ് സിസ്റ്റത്തിൽ കാണുന്നത് കൂടുതലും ഇറാൻ്റെ സമ്മതത്തോടു കൂടി പോകുന്ന കപ്പലുകൾ മാത്രമാണ് മറ്റ് രാജ്യങ്ങളിലോട്ട്. അപ്പം ഇറാൻ ഇതൊന്നും ബാധകമല്ല. കാരണം ഈ ഒരു വാർത്ത വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അബ്ബാസ് അറാച്ചിയുടെ ഒരു ട്വീറ്റും കൂടെ വന്നിട്ടുണ്ട്. അതിൽ വ്യക്തമാണ്, അതായത് അമേരിക്ക എന്ത് തരത്തിലുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഉപരോധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഈ വില മാത്രമേ ഉള്ളൂ. കാരണം 14 വർഷങ്ങൾക്ക് മുമ്പ് ബറാക്ക് ഒബാമ ഉള്ള സമയത്തായിരുന്നു മോസ്റ്റ് ക്രിപ്ലിംഗ് സാങ്ഷൻ ഇൻ ഹിസ്റ്ററി. അത് ഫെയിലായി പോയിട്ടുണ്ട്. അതായത് 14 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ ഇറാനെതിരെയുള്ള ഒരു സാങ്ഷൻ, അതായത് ഉപരോധം കൊണ്ടുവന്നതാണ് നിങ്ങൾ, എന്നിട്ട് അത് എവിടെ എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോഴും ഇതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ 8 വർഷങ്ങൾക്ക് മുമ്പ് മാക്സിമം പ്രഷർ കൊടുക്കുക എന്നുള്ളതായിരുന്നു. മറ്റ് രാജ്യങ്ങൾ ത്രൂ അമേരിക്ക ഇറാനിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടിരുന്നു. അതും ഫെയിലായി പോയിട്ടുണ്ട്. 5 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. അതായത് അൺകണ്ടീഷണൽ സറണ്ടറാണ് പറഞ്ഞത്. ഇറാനോട് എത്രയും പെട്ടെന്ന് ആയുധം താഴെ വെച്ചോളൂ, ഞങ്ങൾ നിങ്ങളെ തീർക്കാൻ പോകുന്ന പറഞ്ഞത്. അതും ഫെയിലായി. അപ്പോൾ ഇന്നിപ്പോൾ മോസ്റ്റ് ക്രഷിങ് എക്കോണമിക് നമ്മുടെ ഇത് പോകുക അങ്ങോട്ടായിട്ടോ. അതായത് അത് നിങ്ങൾ പറഞ്ഞാലും അതും ഞങ്ങൾ മറികടക്കും എന്നാണ് അബ്ബാസ് അറാച്ചിയുടെ മറുപടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ളത്. ഇനി നാണം കെടാനൊന്നുമില്ല എന്ന് ട്രംപ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എന്തായാലും ചെയ്യുക, ഒരു ലോക പൊട്ടൻ്റെ മണ്ടത്തരങ്ങൾ കാരണം ഒരു വലിയ രാജ്യം തന്നെ ഇങ്ങനെ ഈ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് ട്രംപ് ഏതായാലും അമേരിക്കനെ എത്തിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, യുദ്ധത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പം UAEയുടെ വ്യോമപരിധിയിൽ അമേരിക്കയുടെ F-35 ഒരു അടിയന്തര സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് 7700 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്രാഷ് ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ അടിയന്തര ലാൻഡിംഗ് ആണ്, കാര്യമായിട്ട് ഫ്ലൈറ്റ് മുന്നോട്ട് പോകാത്ത അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഇത് വരുമ്പോഴാണ് ഈ സാധാരണ ഈ ഒരു എമർജൻസി കൊടുക്കാറ്. ഇന്നിപ്പം അങ്ങനെ ഒരു എമർജൻസി വന്ന് ഫ്ലൈറ്റ് ഏകദേശം ഒമാൻ ഉൾക്കടലിന് ഹോർമോസ് കടലിനത്തിന് സമീപത്താണ് UAE വ്യോമാതിർത്തിയിലൂടെ പറക്കുകയായിരുന്ന US-ന്റെ F-35 ലൈറ്റ്നിങ് 2 വിമാനം ഏകദേശം 1500 അടി ഉയരങ്ങളിൽ വെച്ചിട്ടാണ് അടിയന്തര സാഹചര്യം അറിയിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര കോഡായിട്ടുള്ള 7700 അയക്കേണ്ടായിരുന്നത്. അതിനുശേഷം എന്തായെന്നുള്ളത് ചില ന്യൂസുകൾ പറയുന്നത് സുരക്ഷിതമായിട്ട് ചെറിയ എന്തോ കേടുപാടുകളോടുകൂടി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അൽദഫ്രയിലുള്ള UAEയുടെ അമേരിക്കയുടെ ബേസിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, പിന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ മേലെ കൂടെയാണ് സംഭവം പാറിയിട്ടുള്ളത്. അതിലൂടെ പാറിയ F-35 ആയിരുന്നു 2 കഴിഞ്ഞ ദിവസം താഴത്ത് തള്ളിയിട്ടതും വേറെ 2 അല്ലാണ്ട് പോയി അടിച്ചിട്ടുള്ളത് ഇറാൻ. അപ്പം ഇറാൻ്റെ ആക്രമണമാണോ എന്നുള്ളത് ഇതുവരെ സെൻകോമും കൺഫേം ചെയ്തിട്ടില്ല, ഇറാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സാധനം താഴെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലൈറ്റ് റഡാർ ചിത്രങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. മിക്കവാറും സാധനം അടിച്ചു പോകാൻ ചാൻസ്. അങ്ങനെ ഇറാൻ അങ്ങനെ വെറുതെ വിടാറില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറാൻ വെറുതെ വെടിവെച്ച് വീഴ്ത്തുന്ന അവസ്ഥ
കഴിഞ്ഞ യുദ്ധത്തിൻ്റെ അവസാന ഭാഗങ്ങളോട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തുടക്കം ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. അതോടുകൂടി അവസാനത്തോട്ട് F-35 ഒക്കെ ഡെയിലി വെച്ച് ക്രാഷ് ആവാൻ തുടങ്ങിയപ്പോൾ ഏതാണല്ലോ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ കണ്ടക ശരിയാന്ന് പറഞ്ഞ സത്യമാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ മൊസാദ്, അതായത് ഇറാനെ തോൽപ്പിക്കുക, ഇറാൻ്റെ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ പ്ലാനുമായിട്ടാണല്ലോ മൊസാദ് നടന്നിരുന്നത്. അത് ഫെയിൽ ആയതുകൊണ്ടാണല്ലോ മൊസാദിൻ്റെ രണ്ട് ഇറാനെ തോൽപ്പിക്കാൻ വിട്ട ചീഫിനും അല്ലാത്ത രണ്ട് ചീഫിനും ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസിനൊക്കെ പുറത്താക്കിയ വിവരം നമ്മൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പുള്ള ഒരു വാർത്തയിൽ വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ പഠന റിപ്പോർട്ട്, അതായത് അത് എന്താണെന്ന് പഠിച്ചിട്ട് അതിനുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലി പത്രങ്ങളിലൂടെയൊക്കെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് സമാനതകളില്ലാത്ത നടപടിയാണ് ഇപ്രാവശ്യം ഈ മൊസാദിനെതിരെ എടുത്തിട്ടുള്ളത്. ഈ ഒരു സംഭവം എടുത്തത് 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതുപോലെ പ്രശ്നം മുമ്പുണ്ടായിരുന്നത് മൊസാദിൽ 1997 സമയത്ത്. അന്നത്തെ അതേ അവസ്ഥ ഇന്ന് വീണ്ടും മൊസാദിനുണ്ടായി. വലിയൊരു തോൽവി സംഭവിച്ചു. അതുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റം പെട്ടെന്ന് ആളുകളെ മാറ്റാനുള്ള കാരണം പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പം ഈ ഇത്രയും വലിയൊരു തോൽവി മൊസാദിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രസിഡന്റിന്, അതായത് നെതന്യാഹുവിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തോൽവിയാകും എന്നുള്ളത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതിലുള്ള നടപടി എടുത്തതെന്ന് പറയുന്നുണ്ട്. അവരുടെ മെയിൻ പ്ലാനായിട്ട് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ ഭരണം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടിട്ടാണല്ലോ ഇവരങ്ങോട്ട് വിട്ടിരുന്നത്. അതായത് അതിന് തയ്യാറാക്കിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള രഹസ്യ പദ്ധതിയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. പ്രാദേശിക തലത്തിലെ വിമതരെ, അതായത് വിമത സംഘങ്ങളെ ഉണ്ടാക്കുക, അവർക്ക് മാക്സിമം ആയുധങ്ങൾ നൽകുക, എന്നിട്ട് ഇറാൻ്റെ ഉൾനാടുകളിൽ നിന്നും പ്രക്ഷോഭം സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ഇവർക്ക് മാക്സിമം ആയുധങ്ങൾ കൊടുത്തിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടും അല്ലാതെയും വിമതരുടെ വലിയൊരു ഗ്രൂപ്പിനെ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അവരെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടെ മുതൽ ആഭ്യന്തര യുദ്ധം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ആ യുദ്ധം ഉൾനാടുകളിൽ നിന്നും നഗരങ്ങളിലോട്ട്, ടെഹ്റാൻ പോലത്തെ നഗരങ്ങളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ മൊസാദിൻ്റെ ഒരു പദ്ധതി ഞങ്ങൾ ഇട്ടിരുന്നത്. പക്ഷേ അത് അമ്പേ പാളി ഉണ്ടായിട്ടുള്ളത്. അവിടെ പോയ അവരെ ഇറക്കി വിമതരായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് 10-40,000 ആൾക്കാരെ ഇറാൻ ഇങ്ങനെ കിടക്കിട വെടിവെച്ച് തീർത്ത് അവർ കൊന്നു കളഞ്ഞു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ: ഒരു ഓപ്പറേഷൻ പരാജയപ്പെട്ടതോടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും കൂടെയുള്ള ആളുകൾക്കും അവിടുത്തെ മറ്റ് ജനങ്ങളെ എതിരെ തിരിയാനുള്ള സാധ്യത വളരെ അധികമാണ്. വിമർശനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ മറ്റേ ഹാരറ്റ്സ് ഒക്കെ ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുള്ള ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്താ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ കള്ളത്തരം ചെയ്യുന്ന BJPയുടെ നേതാക്കളുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ അവരെ മാറ്റി നിർത്തിയിട്ട് അതിൽ ചെറിയ കള്ളന്മാരെ മാത്രം പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെയുള്ള നമ്മളെ ഭരണം എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇസ്രായേൽ ഭരിക്കുന്നത്? എന്താ ഫാദർലാൻഡ് ആയതുകൊണ്ട് ഫാദർ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അത് ഇവിടെ അങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിം പരിപാടിയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് 1997 ഈ ചരിത്രപ്രധാനമായിട്ടുള്ള ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ഖാലിദ് മിഷാൽ സംഭവം. ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ വൻ പരാജയം അന്നുണ്ടായിരുന്നു. മൊസാദിൻ്റെ ഉന്നത തലത്തിൽ നടപടികൾ അന്നുണ്ടായിട്ടുണ്ട് 3 പതിറ്റാണ്ട് മുമ്പ്. അതായത് ജോർദാനിലെ അമാനിൽ വെച്ച് ഹമാസ് രാഷ്ട്രീയ നേതാവായിരുന്ന ഖാലിദ് മിഷാനെ വിഷം കുത്തിവെച്ച് വധിക്കാനായിരുന്നു അന്ന് മൊസാദ് ഏജന്റുമാർ ശ്രമിച്ചിരുന്നത്. പക്ഷെ അത് പരാജയപ്പെട്ടു പോവുക ചെയ്തിരുന്നത്. അംഗരക്ഷകർ, ഈ മിഷാലിൻ്റെ അംഗരക്ഷകർ അധികാരികളും ചേർന്ന് മൊസാദ് ഏജന്റുമാരെ പിടികൂടിയതായിരുന്നു അന്ന് ഏറ്റവും വലിയൊരു പരാജയം മൊസാദിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഒരു പരാജയം ഇപ്പം തിരിച്ച് ഇവിടെ ഇറാനിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് കണ്ടകശനിയാണ് ഈ പറഞ്ഞ ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെയാണ് ഇപ്പം പറയാനുള്ള യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത അപ്ഡേറ്റഡ് വീഡിയോയിൽ കാണാം. ബൈ.